ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അഥവാ മാനവ വിഭവശേഷി എങ്ങനെ നല്ല രീതിയിൽ മാനേജ്മെന്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് BBAയിൽ പരാമർശിക്കുന്നുണ്ട്. മാനവ വിഭവശേഷി നമുക്കറിയാം, ഹ്യൂമൻ റിസോഴ്സ് എന്നത് ഏതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു അടിസ്ഥാന ഘടകമാണ്. ഒരു വ്യാപാരത്തെ നല്ല രീതിയിൽ ലാഭകരമാക്കാൻ പ്രധാനപ്പെട്ട 4 ഘടകങ്ങളുണ്ട്. ഒന്ന്, സ്ഥാപനം നിലകൊള്ളുന്ന ഇടം അഥവാ ലാൻഡ്, പിന്നെ ആ സ്ഥാപനത്തിലെ കെട്ടിടം, അതുപോലെ തന്നെ കഴിവുറ്റവും പ്രഗത്ഭരുമായും കാര്യക്ഷമമായിട്ടുള്ള തൊഴിലാളികളുടെ സേവനം, പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു ഉൽപാദന ഘടകമാണ് ക്യാപിറ്റൽ അഥവാ സ്ഥാപനത്തിലേക്ക് ലഭ്യമാകേണ്ട പണത്തിന്റെ ഒഴുക്ക്. സുഗമമായ പണത്തിന്റെ ലഭ്യതയും സാങ്കേതിക വിദ്യയുടെ സാങ്കേതിക ലഭ്യതയും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് നല്ല രീതിയിൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ തൊഴിലുപകരണങ്ങളുടെ ലഭ്യതയും എല്ലാം വളരെ അത്യന്താപേക്ഷിതമാണ്. പിന്നെ തൊഴിലാളികളുടെയും അതേപോലെ തന്നെ മൂലധനവും നല്ല രീതിയിൽ ഉറപ്പുവരുത്തുവാനും അത് വേണ്ട രീതിയിൽ കാര്യക്ഷമത നടത്തുവാനും ഒരു മേൽനോട്ടക്കാരന്റെ പങ്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വസ്തുതയാണ്. ഈ 4 ഉൽപാദന ഘടകങ്ങളിൽ നിന്നും തൊഴിലാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, തൊഴിലാളികളുടെ മാനസികാവസ്ഥയും ഒരു തൊഴിലാളി വളർന്നു വരുന്ന കുടുംബ പശ്ചാത്തലവും മറ്റൊരു തൊഴിലാളിയെ താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് ഒരു തൊഴിലാളിയിൽ നിന്നും മറ്റൊരു തൊഴിലാളിയിലേക്കുള്ള ഈ അന്തരം വളരെ പ്രകടമാണ്. അപ്പോ തൊഴിലാളികളുടെ മാനസിക സ്ഥിതിയിൽ നിന്നും ഒരു തൊഴിലാളികളെ നല്ല തൊഴിലിലേക്ക് നല്ല രീതിയിൽ പിടിച്ചു നിർത്തുക എന്നുള്ളത് നമ്മൾ ഓരോ വ്യാപാരിയും അതുപോലെ തൊഴിലാളികളുടെ ഉടമസ്ഥരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് മാൻ പവർ പ്ലാനിംഗ് അഥവാ തൊഴിലാളികളെ എങ്ങനെ ആസൂത്രണം ചെയ്യാനെന്നുള്ളത്. നമുക്കറിയാം, ഒരുപാട് തൊഴിലാളികളിൽ നിന്നും കഴിവുറ്റവും പ്രഗത്ഭരും അതുപോലെ തന്നെ നല്ല കാര്യക്ഷമതയുള്ള പ്രാപ്തരായിട്ടുള്ള തൊഴിലാളികളെ കണ്ടെത്തി അവർക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്യുക എന്നുള്ളതാണ് ആദ്യ ചാപ്റ്റർ. രണ്ടാമത്തത് റിക്രൂട്ട്മെന്റ് ആണ്. നമ്മൾ ആർമി രംഗത്തും അതേപോലെ തന്നെ പോലീസ് രംഗത്തും ഇതുപോലുള്ള സേവന രംഗത്തും റിക്രൂട്ട്മെന്റ് എന്ന പദം നമ്മൾ സുപരിചിതരായിട്ടുണ്ട്. റിക്രൂട്ട്മെന്റ് എന്നാൽ കേവലം ഈ രംഗത്ത് ഒതുങ്ങി നിൽക്കുന്നില്ല, എല്ലാ തൊഴിൽ മേഖലയിലേക്കും വേണ്ട ഒരു കടമ്പയാണ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റ് എന്നാൽ പരമാവധി തൊഴിൽ രംഗത്തേക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുക എന്നാണ് റിക്രൂട്ട്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ പ്രധാനമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ ഒരു കടമ്പയാണ് സെലക്ഷൻ അഥവാ തിരഞ്ഞെടുപ്പ്. നമുക്കറിയാം, ഒരു ഇന്റർവ്യൂവിൽ പ്രതീക്ഷിക്കുന്നത് സാമർഥ്യമുള്ള പ്രഗത്ഭരായിട്ടുള്ള കഴിവുള്ള തൊഴിലാളികളെയാണ്. ഈ തൊഴിലാളികളെ ഇത്തരത്തിൽ ഒരുപാട് അപേക്ഷകരിൽ നിന്നും കഴിവുറ്റതും അതേപോലെ തന്നെ നമുക്ക് തൊഴിൽ രംഗത്തേക്ക് പ്രാപ്തരായിട്ടുള്ള തൊഴിലാളികളെ തിരഞ്ഞു പിടിച്ച് കണ്ടെത്തുന്ന രീതിയാണ് സിലക്ഷൻ. സിലക്ഷനിലെ ഒരു സുപ്രധാന ഘടകമാണ് ഇന്റർവ്യൂ എന്നത്. ഇതും ഈ ചാപ്റ്ററിൽ പരാമർശിക്കുന്നുണ്ട്. 4ാമത്തെ പാഠഭാഗമാണ് ട്രെയിനിങ് അഥവാ ഡെവലപ്മെന്റ് എന്നുള്ളത്. ട്രെയിനിങ് എന്നാൽ ഒരു തൊഴിലാളി ഒരു തൊഴിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ തൊഴിലിനെ കുറിച്ച് കൂടുതൽ പരിശീലനം ആർജിക്കുന്ന ഒരു മേഖലയാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഒരു തൊഴിലാളി പരിശീലിച്ചിട്ട് തൊഴിലിൽ നിയമിക്കുകയും ആ തൊഴിലിൽ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് പ്ലേസ്മെന്റ്. ഓക്കെ. പിന്നെ തൊഴിലാളിയെ ഒരു തൊഴിലിൽ കൂടുതൽ ബോധവാനാകുന്നതിനെ കുറിച്ച് ഒരു ബോധവൽക്കരണം നടത്തുകയും തൊഴിൽ എന്താണെന്ന് പഠിപ്പിക്കുകയും തൊഴിലാളിക്ക് എന്തൊക്കെ തൊഴിൽ രംഗത്തെ വ്യത്യസ്ത ഘടകങ്ങളെ കുറിച്ച് ശ്രദ്ധ കൊടുക്കുന്നതുമായിട്ടുള്ള പാഠ്യവിഷയമാണ് ഓറിയന്റേഷൻ. ഓക്കെ. ഒരു തൊഴിലാളി തൊഴിൽ ചെയ്തു കഴിഞ്ഞാൽ തൊഴിലിൽ നിന്നും നിശ്ചിതപരമായിട്ടുള്ള ഒരു ശമ്പളം അഥവാ പാരിതോഷികം തൊഴിലാളി ലക്ഷ്യം വെക്കുന്നു. തൊഴിലാളിയുടെ പാരിതോഷികം എന്താണെന്നും ഈ സാലറി തൊഴിലാളിക്ക് ലഭ്യമാകണമെങ്കിൽ എന്തൊക്കെ തൊഴിലാണ് ഒരു തൊഴിലാളി എടുക്കേണ്ടതെന്നും ഈ വ്യത്യസ്ത സാലറി അഥവാ വേജ് അഥവാ റെമ്യൂണറേഷനെ കുറിച്ച് അതിന്റെ കണക്കിനെ കുറിച്ചും തൊഴിലാളിക്ക് പറഞ്ഞു കൊടുക്കുകയും തൊഴിലാളിക്ക് സാലറിയെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയും കുറിക്കുന്ന ഒരു പാഠഭാഗമാണ് കോമ്പൻസേഷൻ മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ 7ാമത്തെ ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. 8ാമത്തെ ചാപ്റ്റർ എന്നോണം നമ്മൾ പഠിക്കുന്നുണ്ട് പ്ലേസ്മെന്റ്, അതുപോലെ തന്നെ
പെർഫോമൻസ് അപ്രൈസൽ എന്നാൽ ഒരു തൊഴിലാളി ഒരു പരിശീലന കാലഘട്ടം അഥവാ പ്രൊബേഷൻ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞാൽ തൊഴിലാളിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യണമോ, തൊഴിലാളിയുടെ പ്രകടനം എത്രത്തോളം നിലവാരം ഉണ്ട് എന്നതിനെ കുറിച്ച് വിലയിരുത്തുന്നതാണ് പെർഫോമൻസ് മാനേജ്മെന്റ്. അവസാന പാഠഭാഗത്തിൽ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ പരാമർശിക്കുന്നുണ്ട് ഗ്രീവൻസ് റിഡ്രസൽ. ഒരു തൊഴിലാളിക്ക് എന്തെങ്കിലും കംപ്ലൈന്റുകളോ തൊഴിലിനെ കുറിച്ച് എന്തെങ്കിലും ആശങ്കകളോ ദൂരീകരിക്കാനുള്ള ഒരു മാർഗമുണ്ട്. തൊഴിൽ കോടതികൾ ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. തൊഴിൽ കോടതികളെ കുറിച്ചും തൊഴിലാളികളുടെ കംപ്ലൈന്റ്സ് അതുപോലെ തന്നെ തൊഴിലാളികളുടെ അവകാശങ്ങളെ കുറിച്ചും പരാമർശിക്കുന്ന ഒരു പാഠഭാഗമാണ് ഗ്രീവൻസ് റിഡ്രസൽ. അപ്പോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന വിഷയം വെറും നമ്മുടെ പരീക്ഷയെ മുൻനിർത്തിക്കൊണ്ട് മാത്രമല്ല, ഒരു കോഴ്സ് കഴിഞ്ഞാലും തൊഴിലാളിക്ക് അഥവാ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യണം, ഒരു തൊഴിൽ രംഗത്ത് ഏതൊക്കെ സാധ്യതകളുണ്ട്, ഒരു തൊഴിൽ രംഗത്ത് എന്തൊക്കെ പ്രതീക്ഷകളാണ് ഒരു എംപ്ലോയിൽ നിന്ന് പ്രതീക്ഷിക്കുക എന്നതിനെ കുറിച്ചും വ്യക്തമായിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ പരാമർശിക്കുന്നുണ്ട്.